ഉപ്പ് പാകം എന്ന് കേട്ടിട്ടില്ലേ? ഉപ്പിനെ കാണാൻ പറ്റില്ല, പക്ഷെ രുചിച്ചറിയാനായിട്ട് സാധിക്കും. ആഹാരത്തിന് രുചി നൽകുന്നത് ഉപ്പാണ്. എന്നാൽ പാകത്തിന് ചേർത്താലേ ആഹാരത്തിന് രുചി ഉണ്ടാവും. അതുപോലെയാണ് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലുകൾ. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ എല്ലാവരോടും പാകത്തിന് ഇടപെടാനായിട്ട് സാധിക്കണം. ആ ഇടപഴകൽ കൂടിപ്പോയാൽ കുഴപ്പമാണ്, അത് കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. ഒത്തിരി ആളുകളെ ദൂരത്ത് നിർത്തുന്നവരുണ്ട്, അത് കുഴപ്പമാണ്. ഒത്തിരി അടുപ്പിച്ച് നിർത്തുന്നവരുണ്ട്, അതും കുഴപ്പമാണ്. ആളുകളെ അറിഞ്ഞ് മനസ്സിലാക്കി ഇടപഴകാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഉപ്പ് പാകം എന്ന് പറയുന്നത്. നിനക്ക് നിൻ്റെ പരിധിയുണ്ട്, നിനക്കൊരു സ്പേസുണ്ട്, അവരിനും ഒരു സ്പേസുണ്ട്, പരിധിയുണ്ട്. ഈ പരിധിയിൽ നിന്നുകൊണ്ട് ഇടപഴകാനായിട്ട് സാധിക്കുമ്പോഴാണ് ഭാവാത്മകമായിട്ട് ഇടപഴകാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മുടെ പരിധി വിടരുത്, മറ്റുള്ളവർ പരിധി വിടാനായിട്ട് അനുവദിക്കുകയും ചെയ്യരുത്. പുണ്യമെന്ന് പറയുന്നത് മധ്യസ്ഥായിയാണ്. വെർച്ചു സ്ഥാതു ആത്മീയത എന്നാണ് അരിസ്റ്റോട്ടൽ പറയുന്നത്. വെർച്ചു സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ. അപ്പോൾ ധ്രുവീകരണം ഒഴിവാക്കുമ്പോഴേ ഈ നന്മ നമുക്കുണ്ടാകുള്ളൂ. കോപിക്കാം, പാപം ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് വിലയില്ല, എൻ്റെ വാക്കിന് വിലയില്ല, എല്ലാവരും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും അവഗണിക്കുന്നു, ഞാനിവിടെ കറിവേപ്പില പോലെയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിനക്ക് ഒരു വിലയുണ്ട്, എല്ലാവരും നിൻ്റെ അടുത്ത് വരും. പക്ഷേ നീ നിൽക്കേണ്ട അടുത്ത് നിൽക്കുമ്പോഴാണ് നിൻ്റെ വാക്കിനും നിനക്കും വില ഉണ്ടാവുക. നിൻ്റെ വാക്കിന് നീ വില കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർ നിനക്ക് വില തരിക. നിൻ്റെ വില കളയുന്നത് നീ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഉപ്പ് പോലെ ആഡിക്വേറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകൽ. കൃത്യമായിട്ട് ചേരും വിധം ആയിരിക്കണം ഉപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രസൻസ്. അപ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഭാവാത്മകമായി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നീ ഒരിക്കലും നിനക്ക് വിലയില്ല എന്ന് പറയരുത്. നിനക്ക് വിലയുണ്ട്, നിൻ്റെ വാക്കിന് വിലയുണ്ട്. പക്ഷേ ആ വില നീ കളയരുത്. എല്ലാവരും നിൻ്റെ അടുത്ത് വരും, നീ കാത്തിരിക്കണമെന്ന് പറയും. നിൻ്റെ വില കാണുവാനായിട്ട്, നിൻ്റെ വില അനുഭവിച്ചറിയാനായിട്ട് നീ ചിലപ്പോഴൊക്കെ കാത്തിരിക്കേണ്ടി വരും. കൊല്ലണ്ട ദിനേശ, ഒന്ന് പൂശി വിട്ടാൽ മതി. എന്തിനാണെന്നോ, നിൻ്റെ വില നീ തിരിച്ചറിയാം.